ഹായ് ഗൈസ്, എല്ലാവർക്കും റെനീസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാനം ഭാഗത്തുള്ള പരുന്തുംപാറയിലാണ്. അപ്പം നമ്മുടെ കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ പരുന്തുംപാറ വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കുട്ടിക്കാനം ഭാഗത്ത്. അപ്പം രാവിലത്തെ നേരം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ റിസോർട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പരുന്തുംപാറയാണ്. ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തരിശായ ഒരു മലമ്പ്രദേശമാണ്. പരുന്തുംപാറ എന്തുകൊണ്ട് അതിന് വിളിക്കണേ അറിയാം. ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ അത് അറിയുന്ന ആൾക്കാർ, ഇവിടുത്തെ സ്ഥലവാസികളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് പരുന്തുംപാറ എന്ന് വിളിക്കുന്നത്. പ്ലസ് ഇവിടെ കാണാവുന്ന വേറൊരു സംഭവമാണ് ടാഗോർ മൗണ്ട്. അതായത് നമ്മുടെ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനോട് സാമ്യമുള്ള ഒരു മലയുടെ ഭാഗം. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് അപ്പോൾ ഇത് കാണുന്നു, ഇതിൻ്റെ വ്യൂ പോയിൻ്റ് കാണുന്നു. ഇപ്പോൾ നല്ല നട്ടുച്ച നേരത്താണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിക്കും. ഏതായാലും കൊള്ളം ചുറ്റുപാടായിട്ട് കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം കടകളുണ്ട്. പിന്നെ ഫോട്ടോ നമുക്ക് എടുത്ത് കിട്ടും. ഞങ്ങളും കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു നോർമൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ തന്നെ. അപ്പോൾ ഈ ഒരു പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ പരുന്തുംപാറേനെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കാനുള്ളൊരു ശ്രമമുണ്ട്. അപ്പോൾ ഇവിടെ പട്ടം പറത്തുന്നവരുണ്ട്. പിന്നെ നല്ല കാറ്റൊക്കെ കേട്ടോ. ഈ ഒരു ഉച്ച നേരമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട്. വെയിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഫീൽ ചെയ്യുന്നില്ല. ഏതായാലും കൊള്ളാം. ഏതായാലും നമ്മൾ ഈ മലയുടെ ഭാഗങ്ങളെല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ വ്യൂ പോയിന്റ് ഒക്കെ നല്ല പ്രൊട്ടക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വേലിയൊക്കെ കെട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് കാഴ്ച കാണാൻ പോകുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, സേഫാണ്. ഇവിടെ നിന്നിട്ടുള്ള സീനറിയാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ ഭ്രമരം മൂവി ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. നമ്മൾ വന്ന വഴിയല്ലാണിത്. അതുവഴി വന്ന് കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത്, പാർക്കിങ് വേറെ ഫീസൊന്നുമില്ല. ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് നല്ല ശാന്തമായിട്ട് നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇതിപ്പോൾ ഉച്ച നേരം ആയതുകൊണ്ടാണ്. ഇതൊരു വൈകുന്നേരം നേരമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് നല്ല ക്ലൈമറ്റിൽ നമുക്ക് കാണാവുന്നതാണ്. എവിടെ ജോപ്പു? ഇതാണ് നമ്മുടെ ടാഗോർ മൗണ്ട് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഏകദേശം നമ്മുടെ ഈ ഒരു ഭാഗം, ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗം, നമ്മുടെ മഹാകവി ടാഗോർ ഇരിക്കുന്നതേപോലെ തന്നെ ഇല്ല. ഒരു താടി, മൂക്ക്, തലമുടി അതിനൊക്കെ ആയിട്ട് നോക്കിക്കേ. ചായ ഉണ്ട് കേട്ടോ. ഇതിനാണ് എല്ലാവരും ആ പേരിട്ടിരിക്കുന്നത്. പുറകുവശത്തുള്ള പാറ അത് വേറെ പാറ. മൊത്തത്തിൽ ഇവിടുത്തെ ദൃശ്യങ്ങളുടെ ഭംഗിയാണ് നമ്മളെ ഹഠാത് ആകർഷിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ നോർമലി ഏതൊരു ഹിൽ സ്റ്റേഷനിലും പോകുന്ന പോലെ നല്ല സീനറീസ്, മല, കാര്യങ്ങൾ എല്ലാം കാണാം. അങ്ങനെ ഞങ്ങൾ ഏതായാലും പരുന്തുംപാറയോട് വിട പറയാണ്. കുറച്ച് ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി. കൊള്ളാലോ ഫോട്ടോസ്? അപ്പൊ 2 കോപ്പി എടുത്തിട്ടുണ്ട്. അതെ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൊള്ളാട്ടോ, അടിപൊളി ഫോട്ടോസ്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ വൈകുന്നേര നേരങ്ങളിലോ അല്ലെങ്കിൽ ഒരു മിസ്റ്റി ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ഉള്ളപ്പം വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കാണാം. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പരന്നപാറ എന്നായിരുന്നു. ആളുകൾ പറഞ്ഞ് അത് പരുന്തുംപാറയായതാണ്. അപ്പോൾ ഏതായാലും കൊള്ളാം. അതേപോലെ ഇവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമുക്കിവിടെ ജീപ്പ് സഫാരി എല്ലാം, ട്രക്കിംഗ് എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഒരു 5 മലകൾ ചേർത്ത് കമ്പൈൻ ചെയ്ത്. കാരണം നമ്മളായിട്ട് പോകുമ്പം അതിൻ്റെ ഒരു വിഷമതകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിപ്പം ആക്റ്റീവായി വരാൻ പോകുന്നുണ്ട്. ഏതായാലും കൊള്ളാം. നല്ലൊരു രസമായിരുന്നു. പരുന്തുംപാറ വന്നതിൽ സന്തോഷം. കാരണം കുട്ടിക്കാനം വരെ എത്തിയിട്ട് ഇതൊന്നും കാണാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അടുത്തായിട്ട് ഇപ്പം നമ്മളൊരു അമ്മച്ചിക്കൊട്ടാരം, പിന്നെ നമ്മുടെ പാഞ്ചാലിമേട്, ഇതെല്ലാം നമ്മുടെ പ്ലാനിലുണ്ട്. അതായത് പാഞ്ചാലിമേടിൻ്റെ തൊട്ടടുത്തുള്ളൊരു താഴ്വാരം റിസോർട്ടിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നേരെ അവിടെ കയറിയതിന് ശേഷം. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് റെനീസ് ഡ്രീം വേൾഡിൽ കാണാം. ഓക്കെ, ബൈ ബൈ.